ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാക്കുകയാണ്. ന്യൂസ് ടെൻസ് ഇനി പോകുന്നത് തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്കാണ്. സ്വാഗതം. 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPM ധാരണയിലെത്തിയതിനു പിന്നാലെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുകയാണ്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. UDF സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് കൺവീനർ MM ഹസൻ പറയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ആറ്റിങ്ങലിൽ V മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ചർച്ചകൾ പുരോഗമിക്കുന്നേയുള്ളൂ. MM ഹസന്റെ വാക്കുകളിലേക്ക്. UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കണം. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം അന്ന് കൂടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്രി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ UDFന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരനിശ്ചിതവും ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗിന് അനിശ്ചിതമുള്ളതായിട്ട് നിങ്ങളോട് അവരാരും പറഞ്ഞിട്ടുമില്ല. ഒരനിശ്ചിതത്വമില്ല. കാരണം സമരാഗ്രി പരിപാടി നടക്കുന്നത് കൊണ്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവരും കൂടി പങ്കെടുത്താലല്ലേ UDFന്റെ യോഗം കൂടാൻ പറ്റൂ. അതുകൊണ്ട് അല്പം നീണ്ടുപോയി. ഈ 1-2 ദിവസത്തിനകം തന്നെ UDF യോഗം എന്ന് കൂടുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പേരുകളുമായി ഡാൻ കുര്യനും CV അനുമോദും ചേരുന്നത്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, 15 പേരുടെ പട്ടികയിലേക്ക് CPM എത്തിയിരിക്കുന്നു. കംപ്ലീറ്റ് ആവാൻ ഇനിയും സമയമുണ്ട്. CPI ഇന്ന് യോഗം ചേരുകയാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമോ? എപ്പോഴായിരിക്കും പ്രഖ്യാപനം? ധന്യ, CPMന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. CPIയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് വേണ്ടിയാണ് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പട്ടത്തെ ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ബിനോയ് വിശ്വം, സംസ്ഥാന സെക്രട്ടറി ചുമതലയുള്ള ബിനോയ് വിശ്വം പറഞ്ഞത് 26-ാം തീയതി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുക. ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ്. എന്തായാലും വയനാട് അടക്കമുള്ള ജില്ലകളുടെ കാര്യത്തിൽ തീരുമാനമാകേണ്ടതുണ്ട്. 4 സീറ്റുകളിലായിരിക്കും CPI മത്സരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന കാര്യത്തിൽ CPI സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജില്ലാ കമ്മിറ്റികളെ അറിയിക്കും. ജില്ലാ കമ്മിറ്റികളുടെ കൂടി അനുമതി തേടിയതിനു ശേഷമായിരിക്കും 26-ാം തീയതിയുടെ അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് സൂചന. എന്തായാലും ഇടതുമുന്നണി ഒരു മുഴം മുൻപിലാണ്. അവർ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിക്കൊണ്ട് പരിചയസമ്പന്നരെ തന്നെ കളത്തിലിറക്കി ഏതു വിധേനയും അഭിമാന പോരാട്ടത്തിൽ വിജയമുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ധന്യ. ശരി, ഡാനിലേക്ക് വരാം. CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും ചർച്ചയായത് പൊന്നാനിയാണ്. പല പേരുകളും ചർച്ച ചെയ്തു. അവസാന നിമിഷം ലീഗ് വിമതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയിലേക്ക് സ്വതന്ത്രനായി നിർത്താനുള്ള തീരുമാനം എടുത്തത് LDFനെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായുള്ള ചർച്ചകൾ നടക്കുന്നത്, അഭിപ്രായങ്ങൾ ഉയരുന്നത്? ധന്യ, 2009 മുതൽ, അതായത് CPIയിൽ നിന്നും CPM സീറ്റ് ഏറ്റെടുത്തത് മുതൽ പൊന്നാനി CPMനെ സംബന്ധിച്ച് ഒരു പരീക്ഷണശാലയാണ്. ഏതു വിധേനയും സീറ്റ് പിടിച്ചെടുക്കാൻ സ്വതന്ത്രരെ അവതരിപ്പിക്കുകയാണ് CPMന്റെ ശൈലി. ഇത്തവണ അതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനം പഴയ ഫോർമുലയിലേക്ക് തന്നെ CPM എത്തിയിരിക്കുകയാണ്. 2009-ലും 2014-ലും 2019-ലും ആവർത്തിച്ച് അതുപോലെ തന്നെ സ്വതന്ത്രരെ കൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത്തവണ ലീഗ് വിമതനായ KS ഹംസ തന്നെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നത് സമസ്തയുടെ ഭാഗത്തു നിന്നും ലീഗിനോട് വിരോധമുള്ള സമസ്തയുടെ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ AP വിഭാഗത്തിൻ്റെ പിന്തുണ KS ഹംസയ്ക്കുണ്ട് എന്ന് കരുതുന്നു. ലീഗിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച പല പ്രസ്താവനകളും KS ഹംസയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖലി ശിഹാബ് തങ്ങളെയൊക്കെ നിശിതമായിട്ട് തന്നെ വിമർശിച്ച ഒരു സാഹചര്യം. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്നപ്പോഴാണ് KS ഹംസയ്ക്ക് പുറത്തേക്കുള്ള വഴി ലീഗ് തുറന്നത്.
അപ്പോൾ ലീഗ് നേതൃത്വത്തിനോട് വിരോധമുള്ള ലീഗ് നേതാക്കളും ലീഗ് പ്രവർത്തകരും കെ എസ് ഹംസയ്ക്കൊപ്പം നിൽക്കും എന്നും ഇടതുപക്ഷം കരുതുന്നുണ്ട്. ഇങ്ങനെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എണ്ണം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. തൃത്താല, പൊന്നാനി, തവനൂർ, താനൂർ. പക്ഷേ ഈ 4 മണ്ഡലങ്ങളിലെ മുന്നേറ്റത്തെ മറികടക്കാനുള്ള വോട്ട് ഷെയർ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നും മാത്രം ഒരുപക്ഷെ ലീഗിന് നേടാൻ കഴിയും. അതുപോലെ തന്നെ തിരൂരാണെങ്കിലും തിരൂരങ്ങാടിയാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലങ്ങളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കെ എസ് ഹംസയുടെ സാന്നിധ്യം കൊണ്ട് ലീഗ് വോട്ടുകളിൽ വിള്ളൽ തീർക്കാനും വലിയ ഒരു ഷെയർ തങ്ങൾക്ക് അനുകൂലമായിട്ട് നേടാനും ആണ് ഇടതുപക്ഷത്തിൻ്റെ ശ്രമം. പക്ഷേ ഇതിലൊരു പ്രധാന പ്രശ്നം ഈ കെ എസ് ഹംസയുടെ പേര് ആദ്യഘട്ടത്തിൽ എവിടെയും ചർച്ചയിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനമാണ് കെ എസ് ഹംസയിലേക്ക് എത്തുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചാൽ മതിയെന്നും യുവ നേതാക്കളാവട്ടെ മത്സരത്തിലുണ്ടാവുക വസീഫിൻ്റെ പേരായിരുന്നു സജീവമായി പറഞ്ഞു കേട്ടിരുന്നത്. വസീഫ് ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറി. അങ്ങനെ ഒരു ഏറ്റവും സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് കെ എസ് ഹംസയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് CPM-ന്റെ താഴെത്തട്ടിലേക്ക് എത്രമാത്രം സ്വീകാര്യമാകും ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രഖ്യാപനം എന്നത് ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ ലീഗ് വിലയിരുത്തുന്നത് കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിന് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. കാരണം ലീഗിനെ സംബന്ധിച്ച് ഹംസ ഒരു ഭീഷണിയാകുന്നില്ല എന്നാണ് ലീഗിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോലും ചിലപ്പോൾ ഹംസയ്ക്ക് നേടാൻ കഴിയില്ല എന്നും ലീഗ് ഈ ഒരു ആദ്യഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. എന്നാണെങ്കിലും ഇടതുപക്ഷം അവരുടെ പൊന്നാനി പരീക്ഷണം തുടരുകയാണ്. ലീഗിനെ സംബന്ധിച്ച് സമാധാനിയാകാം സ്ഥാനാർത്ഥി എന്നാണ് നിലവിലെ സൂചന. ശരി, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പ്രതീക്ഷിക്കാൻ ഇല്ലെങ്കിൽ ആശ്വാസകരമാകുന്ന ഒരു പട്ടികയാവുമോ LDF ഇറക്കിയത്? ഹംസയെ സംബന്ധിച്ച് UDF-ൽ ഇരുന്ന ആളാണ്, LDF-ൽ വരുന്നു, മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവിടെയുണ്ടോ? ഇല്ലെങ്കിൽ ലക്ഷ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൽ മാത്രമാണ് KS ഹംസ ഇറങ്ങുന്നത്? ഹംസയ്ക്കുള്ള അവിടെയുള്ള നമുക്കറിയാം സമുദായവുമായി ബന്ധപ്പെട്ടും സംസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പിടിപാടുകൾ എന്താണ് എന്നറിയാം. അത് മാത്രം വോട്ടാക്കാൻ സാധിച്ചാൽ മതി എന്നുള്ള ലക്ഷ്യത്തിലാണോ? കൃത്യമായി തന്നെ അവിടെ അത്തരത്തിലൊരു പഠനം നടത്തി തീരുമാനമെടുത്തതായിട്ടാണോ തോന്നുന്നത്? അവിടെ നിന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എന്താണ് സ്ഥാനാർത്ഥിയെക്കുറിച്ച്? ഈ നമ്മൾ നേരത്തെ ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ഏറ്റവും അധികം നടത്തിയത് പൊന്നാനിയാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയത് വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതിനുശേഷമോ അതിനു മുൻപോ ഈ സ്വതന്ത്രർക്ക് വേണ്ട പോലെ ഈ പൊന്നാനിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം ലീഗ് നേതാക്കളിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു KS ഹംസ. അത്തരത്തിൽ ലീഗിന്റെ ഒരു നേതാവിനെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരുന്നത് പൊന്നാനിയിലെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM-ലുണ്ടായ വിവാദങ്ങളും നിയമസഭയിലെ കാര്യമാണ്, അതേ ചൊല്ലിയുണ്ടായ തർക്കങ്ങളൊക്കെ അവിടെ നാട്ടുകാരൻ തന്നെയായ ഒരാളെ വേണമെന്നുള്ളതാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഉയർന്നിരുന്നത്. അത് ഈ വസീഫിനെ പോലെയുള്ള ഒരാളുടെ പേര് വരുമ്പോഴും അവരെ സംബന്ധിച്ച് ഒരു യുവ നേതാവ് വരുന്നു, അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഈ 2 ഘടകങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് ആത്മവിശ്വാസവും പ്രവർത്തകരെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ആവേശവും ഒക്കെ നൽകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഹംസ വരുമ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള സൂചന. അത് സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് അല്പം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് മത്സരിക്കുകയാണെങ്കിൽ പ്രവർത്തകർക്കുണ്ടാവുന്ന ഒരാവേശം ഇതുവരെ ലീഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. തന്നെയാണ്. ഞാൻ അനുമോദിലേക്ക് വരാം. സനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനുഷ, ഭയങ്കര പാർട്ടിയെ സംബന്ധിച്ചും വളരെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് കണ്ണൂർ, വടകര, കോഴിക്കോട്. എളമരം കരീം കോഴിക്കോട്, KK ശൈലജ വടകര, MV ജയരാജൻ കണ്ണൂരിലും. അപ്പം അത്ര വലിയൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം ഈ സ്ഥാനാർത്ഥികളിലൂടെ മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെ വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ 3 പേരിലൂടെയും പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിലെ ഒരു സാഹചര്യം വെച്ച് കോഴിക്കോടത്തെ എളമരം കരീമിനെ സംബന്ധിച്ച് അവിടെ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്, ആളുകൾക്കറിയാം. പക്ഷേ വലിയൊരു ടൈറ്റ് മത്സരത്തിനപ്പുറത്തേക്ക് LDF-ന് അവിടെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ?
LDF വിജയം മാത്രം ലക്ഷ്യം വെച്ചാണ് മലബാറിലെ മണ്ഡലങ്ങളിൽ ഇറങ്ങുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരും കോഴിക്കോടും വടകരയും ഒക്കെ സീറ്റ് നിലനിർത്തുക എന്നത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. കാരണം ഈ സ്ഥാനാർത്ഥികളുടെ നിശ്ചയം തന്നെ അല്ലെങ്കിൽ നിർണ്ണയിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു ലക്ഷ്യം നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. കാരണം CPM-ന് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വടകരയിൽ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് ഇപ്പോൾ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം. K മുരളീധരൻ എതിരാളി തന്നെ പറഞ്ഞിരുന്നു, കരുത്തയായ എതിരാളിയാണ്, മത്സരം അങ്ങേയറ്റം കടുക്കുന്ന രീതിയിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ EP ജയരാജൻ മത്സരിച്ചപ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്ത് അല്ലെങ്കിൽ ഇത്തരം ഈ ജയരാജന്മാരുടെ ഈ പ്രവർത്തന ശൈലി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് TP വധമൊക്കെ വലിയ ചർച്ചയായി മാറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും. K മുരളീധരൻ ഒരു ചാവേറിനെ നിയോഗിക്കാതെ ജയരാജനെതിരെ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുകയും വലിയ ഭൂരിപക്ഷത്തിൽ K മുരളീധരൻ വിജയിച്ച് കയറുകയും ചെയ്തു. പക്ഷേ ഇതേ സ്ഥാനത്താണ് ഇപ്പോൾ KK ശൈലജ ടീച്ചർ മത്സരിക്കാൻ എത്തുമ്പോൾ സ്ത്രീ വോട്ടർമാർ ഒപ്പം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ജനവിധി തേടുമ്പോൾ ശൈലജ ടീച്ചറെ എങ്ങനെ ഈ അക്രമ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കും? ഈ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുടെ നയങ്ങൾ തന്നെ നടപ്പിലാക്കുകയാണ് KK ശൈലജയുടെ ലക്ഷ്യമെന്നൊക്കെ എതിരാളികൾ പറയുമെങ്കിൽ പോലും ഒരു പൊതു സ്വീകാര്യത ടീച്ചർക്കുണ്ട്. അതുകൊണ്ട് ടീച്ചറെ വഴി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളും അവശേഷിക്കുന്ന ഈ കൊയിലാണ്ടിയും വടകരയും നാദാപുരവും പോലെയൊക്കെയുള്ള ഇടങ്ങളാണ്, ഈ കുറ്റ്യാടിയൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വോട്ടുകൾ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെയും പൊതുസമൂഹത്തിലെയും ചില കാര്യങ്ങൾ വടകരയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്. ആ പരിവേഷം ശൈലജ ടീച്ചറിലൂടെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകളുടെ വിശ്വാസം. എന്തായാലും ഒരു ഈസി വാക്ക് ഓവറിനപ്പുറം ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് വടകര മണ്ഡലം ഇപ്പോൾ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ആ പോരാട്ടത്തിന്റെ ചൂരും ഒക്കെ ഇനി പ്രചരണത്തിൽ ദൃശ്യമാകുകയും ചെയ്യും. അത് എന്തായാലും കടുത്ത പോരാട്ടം അവിടെ നടക്കും. ഒപ്പം ഈ കോഴിക്കോട്ടെ മണ്ഡലത്തിലെ പരിശോധിച്ചാലും ഈ കോഴിക്കോട് കഴിഞ്ഞ 3 തവണ വിജയിച്ച ഹാട്രിക് വിജയമാണ് MK രാഘവൻ നേടിയിരിക്കുന്നത്. ഏതാണ്ട് 876 വോട്ടുകൾക്കാണ് ആദ്യം മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചതെങ്കിൽ പിന്നീട് 3000-ലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 84,000-ആയി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തി മത്സരിച്ച ആളാണെങ്കിലും കോഴിക്കോടിന്റെ സ്വന്തം ആളായി MK രാഘവൻ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് സൗത്തും നോർത്തും കൊടുവള്ളിയും കുന്നമംഗലവും ഒക്കെ അടങ്ങുന്ന കോഴിക്കോട് കോർപ്പറേഷന് ഈ മൃഗീയ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. പക്ഷേ ആ പരിധിക്കുള്ളിൽ പോലും MK രാഘവന് കാര്യമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ കോഴിക്കോട് നഗരത്തിൽ അല്ലെങ്കിൽ കോഴിക്കോടിലും നഗരത്തിലെ സ്വയം പ്രദേശങ്ങളിലും അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു പ്രദീപ് കുമാർ. അദ്ദേഹത്തിന് പോലും രാഘവനിൽ ഇളക്കം സൃഷ്ടിക്കാൻ പറ്റിയില്ല. അവിടെയാണ് ഈ സംഘടനാ സംവിധാനങ്ങൾ അങ്ങേയറ്റം ശക്തമാക്കി പാർട്ടി വോട്ടുകൾ ഒന്നുപോലും ചോർന്നു പോകാതിരിക്കാനാണ് എളമരം കരീമിനെ പോലൊരു മുതിർന്ന നേതാവിനെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും മുതിർന്ന CPM നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും പിന്നീട് പാർലമെന്ററി ജനാധിപത്യം ഈ മന്ത്രിയായിരുന്ന പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും അങ്ങേയറ്റം സംഘടനാ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക, ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക, MK രാഘവനിൽ നിന്നും തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് വെക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 2 സ്ഥാനാർത്ഥികളും അങ്ങേയറ്റം കരുത്തരാണ്. ഉശിരുള്ള പോരാട്ടം ഈ കോഴിക്കോട് 2 മണ്ഡലങ്ങളിലും നടക്കുകയും ചെയ്യും. ധന്യവാദം. ശരി, അനീഷിലേക്ക് വരാം. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, വലിയ പോരാട്ടത്തിന് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഇവരിറക്കാൻ പോകുന്നത് വയനാട്, തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം 4 സീറ്റിലേക്കാണ് CPI സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പന്ന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത്, മാവേലിക്കരയിൽ C അരുൺകുമാറിന്റെ പേര് കേൾക്കുന്നു, തൃശൂരിൽ സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മത്സരിക്കും എന്നൊക്കെയുള്ള സാധ്യതാ ലിസ്റ്റുകൾ മാത്രമാണ് നമുക്ക് കൊടുത്തത്. പക്ഷേ ഈ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പോലും ഇവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇല്ലെങ്കിൽ അതിൽ എത്ര വോട്ടുകൾ എന്നൊക്കെയുള്ളത് ഈ മണ്ഡലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഇതൊരു വെറും തെരഞ്ഞെടുപ്പായി, അതായത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രം സ്ഥാനാർത്ഥികളെ ഇറക്കുക, ജയം മാത്രം മുന്നിൽ കാണുക എന്നൊരു ലക്ഷ്യം കൂടി ഇവിടെയുണ്ട്. അപ്പം ഈ ആനിരാജ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ കേരളത്തിൽ മത്സരിക്കുമ്പോൾ കുറച്ചുകൂടി CPI ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നമുക്കറിയാവുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ തൃപ്തരാണോ പാർട്ടി? തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക. തീർച്ചയായിട്ടും അത് സജീവമായി ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ തന്നെയായിരിക്കും. കോൺഗ്രസ് അടക്കം BJPക്ക് വലിയൊരു ബദൽ രൂപീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും വലിയ തരത്തിൽ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഇടത് കേന്ദ്രങ്ങളെ അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ ദേശീയ തലത്തിൽ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. തീർച്ചയായിട്ടും
ജയം എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് തൃശൂരിൽ സുനിൽകുമാറിനെ ഇറക്കുന്നതിലൂടെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നും തൃശൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തൃശൂരിൽ ശക്തമായ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPI ലക്ഷ്യമിടുന്നത്. പക്ഷേ ആനി രാജയെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ജയസാധ്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് പരമാവധി കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ആനി രാജ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് തന്നെ ആണ് സജീവമായ ചർച്ചകളിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചകളിൽ അന്തിമമായ തീരുമാനമുണ്ടാകില്ല. ജില്ലാ കമ്മിറ്റികൾക്ക് ഈ പേരുകൾ കൈമാറും. അവിടെ നിന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട അന്തിമമായൊരു പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ജയസാധ്യത, അതും അല്ല എങ്കിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി, ഇങ്ങനെ ഒരു മുൻഗണന വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് പോലും അവർക്ക് BJPക്ക് കിട്ടരുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കുമോ CPIയുടേത് വരുന്നത്? ധന്യ, അതായത് ഒരു ഈ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന ഒരു വിമർശനം അത് ഒരു തരത്തിലും നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. നേതൃത്വം അങ്ങനെ ഒരു വിമർശനം സ്വയം വരുത്തിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകത്തുമില്ല. അവിടെ കൃത്യമായി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് കടുത്ത മത്സരം കാഴ്ചവെക്കുക, അവിടെ ഇത്തരത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിലൂടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, അതോടൊപ്പം ഇടതു വോട്ടുകളിൽ വിള്ളൽ വീഴാതിരിക്കുക, അങ്ങനെ കൃത്യമായ ഒരു BJP വിരുദ്ധ വോട്ടുകൾ, അതോടൊപ്പം തന്നെ UDF വിരുദ്ധ വോട്ടുകൾ, ഇത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മികച്ച വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനകീയ മുഖങ്ങളെ തന്നെ സ്ഥാനാർത്ഥികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ. CV അനുമോദ് വീണ്ടും ചേരുന്നുണ്ട്. അനുമോദ്, നമുക്കറിയാം അവിടെ ഇപ്പം 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നൊന്നും ലീഗ് ഒട്ടും പിന്നോട്ടില്ല. അപ്പം ലീഗ് 5-6 സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അത്രയ്ക്ക് ശക്തരാണോ ലീഗ് എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ലീഗിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ അത് പരിശോധിക്കേണ്ടത് കൂടിയാണ്. ഈ സീറ്റ് ആവശ്യത്തിൽ എന്തായിരിക്കും നടക്കുക? സ്ഥാനാർത്ഥി പട്ടിക വൈകുമോ? എന്താണ് UDFൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്? എന്താണെങ്കിലും 3ാം സീറ്റ് ലീഗിന് കിട്ടില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകളൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ലീഗിനെ സംബന്ധിച്ച് 3ാം സീറ്റ് എന്നത് അവരുടെ വലിയൊരു ആവശ്യമാണ്. പക്ഷെ കോൺഗ്രസ് ഇതിനോടൊട്ടും അനുകൂലമായിട്ടുള്ള ആദ്യ ഘട്ടം മുതൽ പ്രതികരിക്കുന്നത്. ഒന്നാമത് കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-മാരാണ് എല്ലാവരും. അപ്പോൾ സിറ്റിംഗ് സീറ്റിലേക്ക് വിജയിച്ച് കയറിയ ഒരു സീറ്റ് മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുക്കുക എന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചും ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. ലീഗിന് ചോദിക്കാം, പക്ഷേ അത് കിട്ടുമെന്ന് ഉറപ്പ് ഒരു ഘട്ടത്തിലും ലീഗിന് മുഴുവനായിട്ടും പറയാൻ കഴിയില്ല. കാരണം ജയിച്ചു കയറിയ സീറ്റുകളിൽ ഒന്ന് വിട്ടുകൊടുക്കൽ സാധാരണ എവിടെയും പതിവുള്ള കാര്യമല്ല. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നുമല്ല. ഇനി അഥവാ ലഭിച്ചാൽ തന്നെ അവരുദ്ദേശിക്കുന്നത് കണ്ണൂരോ വടകരയോ ഒക്കെയാണ് ഈ ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് കാണുന്നത്. ഈ 2 മണ്ഡലങ്ങളിലാണെങ്കിലും ലീഗിന് ഒറ്റയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമില്ല. വടകരയിലെ കുറ്റ്യാടി നാദാപുരത്തും ലീഗിന് കുറച്ച് വോട്ടുകളുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഴീക്കോടും ലീഗിന് വോട്ടുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനുള്ള ഒറ്റയ്ക്ക് ജയിച്ചു കയറാനുള്ള വോട്ടൊന്നും ലീഗിന് ഈ മണ്ഡലങ്ങളിൽ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. അതായത് ഈ ബലം പ്രയോഗിച്ച് വാശി പിടിച്ചൊക്കെ സീറ്റ് പിടിച്ചു വാങ്ങിച്ചാൽ തന്നെ അവിടെ കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കാൻ ലീഗിന് കഴിയില്ല എന്നതാണ് വാസ്തവം. സ്വാഭാവികമായിട്ടും അത് എല്ലാ തവണയും സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണമായിട്ട് കോൺഗ്രസ് അത് പറയുന്നു എന്ന് ലീഗിലെ ഒരു വിഭാഗം തന്നെ വിശദീകരിക്കുമ്പോൾ പോലും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശൈലജ ടീച്ചറെ പോലെ ഒരു മുതിർന്ന നേതാവ് തന്നെ വടകര മത്സരിക്കുമ്പോൾ ആ ഒരു സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരിക്കും വരികയാണ്. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ ലീഗിന് 3ാം സീറ്റ് എന്നൊരു ആവശ്യം പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല. പകരം അവർക്ക് രാജ്യസഭാ സീറ്റോ നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റോ കൊടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. ഈ 3ാം സീറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്താണെങ്കിലും ഈ ഒരു ആഴ്ച തന്നെ തീരുമാനമാകുമെന്ന തരത്തിലാണ് ലഭിക്കുന്ന വിവരങ്ങൾ. UDF യോഗത്തിന് ശേഷമാകും ഇനി ലീഗിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടാവുക. യോഗം ചേരുന്നുണ്ട്. തീർച്ചയായും സമരാജ്ഞയാത്രയ്ക്ക് മുൻപ് തന്നെ ഈ 3ാം സീറ്റിൽ തീരുമാനമാകുമെന്ന് തന്നെയാണ് ലീഗ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരസ്യമായിട്ടുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷമേ, പ്രസ്ഥാനം വന്നതിന് ശേഷമേ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ. 27-ാം തീയതി ലീഗിന്റെ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ലീഗിന്റെ മറ്റു തീരുമാനങ്ങളൊക്കെ ആ യോഗത്തിന് ശേഷമായിരിക്കും ലീഗ് വെളിപ്പെടുത്തുക.
ശരി, നന്ദി അനുമോദ്. അനീഷിലേക്ക് വീണ്ടും. അനീഷ്, വയനാട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വന്യജീവി പ്രശ്നങ്ങൾ, മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് വയനാട്ടിൽ. അപ്പം ഈ സാഹചര്യങ്ങളെല്ലാം കണക്കെടുക്കേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആളുകൾ ഇതൊന്നും മറക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഇറക്കുന്ന സ്ഥാനാർത്ഥി പാനിരാജയുടെ പേര് CPI പറയുന്നുണ്ടെങ്കിലും അവിടെ UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥി ആരായിരിക്കും? ഏത് തരത്തിലുള്ള ഒരു വികാരമാണ് വയനാട് മനുഷ്യർക്കിടയിൽ നിന്ന് ലഭിക്കുന്നത്? വയനാട് മണ്ഡലത്തിൽ LDF-ന് കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ പരിശോധിച്ചാൽ വ്യക്തമാകും. പ്രത്യേകിച്ചും നിലവിൽ ഈ വന്യജീവി സംഘർഷങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ തുടർന്ന് ആളുകൾ നിരന്തരമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, വലിയ പ്രതിഷേധം ജില്ലയിൽ LDF സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും ഈ മന്ത്രിമാർക്കെതിരെയൊക്കെ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ ചൂട് മന്ത്രിമാർ കണ്ടതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. എന്തായാലും സമയബന്ധിതമായ ഒരു ഇടപെടലുകൾ വയനാട് ജില്ലയിൽ നടത്താൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം. എന്തായാലും ആ ഒരു പ്രതിഷേധത്തിന്റെ ചൂട് തെരഞ്ഞെടുപ്പിൽ LDF നേരിടും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ എത്തുമെന്നാണ് UDF കേന്ദ്രങ്ങൾ കൃത്യമായി ഇപ്പോഴും പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം താഴ്ത്താൻ പറ്റും എന്നതിനെ കുറിച്ചാവും പ്രധാനമായും ചർച്ച നടക്കുക ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഈ കോൺഗ്രസിനേക്കാൾ ഉപരി മുസ്ലിം ലീഗ് വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് ഈ വിജയത്തിലുപരി ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ളൊരു പോരാട്ടം നടത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ മലബാർ രാഷ്ട്രീയത്തിലെ ഒരു മാറ്റം വരുമെന്ന് CPM പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇടത് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകോപനം, അത് കഴിഞ്ഞ തവണ ഒക്കെ നിന്നതിൽ നിന്നും വ്യത്യസ്തമായി സമസ്തയൊക്കെ കൂടുതൽ അടുപ്പം LDF-നോട് അല്ലെങ്കിൽ CPM-നോട് കാണിക്കുന്ന സാഹചര്യത്തിൽ ഈ കോഴിക്കോട് പോലെയുള്ള, വടകര പോലെയുള്ള, മറ്റ് ഈ വയനാട് പോലെയുള്ള ഇടങ്ങളിൽ ചെറിയ പ്രതിഫലനം അത് വരുത്തുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ട്. ശരി, അനീഷിലേക്ക് വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ N. ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇവിടെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, എന്നാൽ അന്തിമ പട്ടിക ആവുന്നതേ ഉള്ളൂ. CPI-യുടെ സ്ഥാനാർത്ഥികളെ ഉടൻ തീരുമാനിക്കുമെന്ന് അറിയുന്നു. പക്ഷേ BJP-യും UDF-ഉം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്കറിയാം ചില പേരുകളൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുമുണ്ട്. എന്താണ് താങ്കൾ നോക്കുമ്പോൾ, തുടക്കത്തിലേ ചോദിക്കട്ടെ, എങ്ങനെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പ്രതികരിക്കുക? നമ്മള് അറിയേണ്ട കാര്യം, CPM അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഏതാണ്ട് അത് തന്നെയായിരിക്കും നമ്മൾ കരുതുന്നു. പാർട്ടിയുടെ മുൻകാല ചില രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില സ്ഥാനാർത്ഥികളൊക്കെ മാറാനും സാധ്യതയുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ. പക്ഷേ സ്ഥാനാർത്ഥി നിങ്ങളൊക്കെ പറയുന്ന പോലെ എത്ര കരുത്തരാണെന്ന് പറഞ്ഞാലും പാർട്ടി CPM-ഉം മുന്നണി LDF-ഉം അല്ലേ. പഴയ കാലത്തിൽ ചൊല്ലുണ്ട്, തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറിയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിക്കും ഈ മുന്നണിയും ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ്, അത് പാലിക്കാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർക്ക് ഇറങ്ങിച്ചേരാനുള്ള ധൈര്യം, ആ ഒരു തൊലിക്കട്ടി അപാരം തന്നെയാണ്. നോക്കൂ, അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു മന്ത്രിയുണ്ട്, 2 MLA-മാരുണ്ട്. അപ്പൊ ഈ മന്ത്രി ആലത്തൂരിൽ രാധാകൃഷ്ണൻ മന്ത്രി അവിടെ ചെല്ലുമ്പോഴേ അദ്ദേഹം എന്താണ് ജനങ്ങളോട് പറയുക? ഞാൻ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചിട്ടെന്ന് പറയാൻ പറ്റുമോ? അത് വേണ്ട, പോട്ടെ, 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിനിമം ചുരുങ്ങിയ പക്ഷമുള്ള കർഷക പെൻഷൻ, ക്ഷേമ പെൻഷൻ, സാധാരണക്കാരുടെ പെൻഷൻ, റേഷനറി, സപ്ലൈകോ, ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലേ? അപ്പൊ LDF സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അത്രയും വലിയ തകർച്ചയിലേക്ക് പോയപ്പോഴാണ് ലോക്സഭയിൽ UDF ഉയർന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം, ഇല്ലെങ്കിൽ LDF-നെതിരായിട്ടുള്ള ഒരു ആ വികാരം, CPM-നെതിരെയുള്ള ജനങ്ങളുടെ വികാരം, അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ UDF പരാജയമാകേണ്ടതായിരുന്നില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറയാം, കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും കേരളം ഭരിച്ചിരുന്നത് LDF ആണ്, UDF അല്ല. അന്ന് പ്രതിപക്ഷത്തായിരുന്നു UDF. അന്നത്തെ ഒരുപാട് സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും LDF വീണ്ടും അധികാരത്തിൽ വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായൊരു ഉത്തരത്തിന്റെ ബാക്കി പത്രമാണ് ഞാനിപ്പോ പറഞ്ഞ പെൻഷനും ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ. അന്ന് കൊടുക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ തലയിലേറ്റി വെച്ചിട്ട് അധികാരത്തിൽ വന്നുകൊണ്ടാണല്ലോ ഇപ്പൊ കഷ്ടപ്പെടുന്നത്.
ശമ്പളത്തിന് പോലും ഗതിയില്ലെന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് ശരി, ആലോചിക്കണം. ജനങ്ങൾ നോക്കുന്നത് എന്ത് കൊടുത്തു കൊടുത്തില്ല എന്നാണെങ്കിൽ അത് UDF കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? UDF എന്ത് കൊടുത്തു, ഇല്ലെങ്കിൽ UDF പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ളത് ആ വശത്തും നോക്കില്ലേ? അപ്പൊ ആർക്കാണ് ലാഭം? തീർച്ചയായിട്ടും കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു UDF മുന്നണി 7 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. അവരല്ലേ ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമാണെങ്കിലും പട്ടിണിയാണെങ്കിലും പെൻഷനില്ലാത്ത കാര്യമാണെങ്കിലും കാശില്ലാത്ത കാര്യമാണെങ്കിലും അവരല്ലേ പുറത്തു കൊണ്ടുവരുന്നത്. പ്രതിപക്ഷം സാധാരണ LDF പ്രതിപക്ഷത്തെ പോലെയുള്ള ഒരു തീവ്രമായ പ്രക്ഷോഭത്തിലേക്ക് പോയില്ലെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ CPMന്റെ മുന്നിലുള്ള അജണ്ട എന്താണ്? നിങ്ങളത് പറയൂ, എന്ത് അജണ്ടയാണ് അവർക്കുള്ളത്? ശരി, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ കെ രാധാകൃഷ്ണൻ പാലക്കാട്ടേക്ക് ചെല്ലുമ്പോൾ രാധാകൃഷ്ണനോട് ചോദിക്കാൻ സാധ്യതയുള്ള അതേ ചോദ്യങ്ങൾ സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് മത്സരിപ്പിക്കുകയാണെങ്കിൽ അവരോടും ചോദിക്കില്ലേ? എന്ത് ചെയ്തു, ലോക്സഭയിൽ എന്ത് ചെയ്തു? തീർച്ചയായിട്ടും കോൺഗ്രസ് MP-മാരോട് ചോദിക്കും. ആ MP-മാര് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വിവരിക്കാൻ, വിശ്വാസ്യതയോടുകൂടി വിവരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. എന്താ സംശയമില്ലേ? ഏത് MP ആണെങ്കിലും MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നിന്നും ഒളിച്ചോടി ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവും. അതാണ് ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ സാധ്യത പട്ടികയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന MP-മാർ ആരൊക്കെയായിരിക്കും താങ്കളുടെ ഒരു കണക്കുകൂട്ടലിൽ? ഞാനല്ലല്ലോ പറയണ്ടേ, അതാത്ത ജനങ്ങളല്ലേ പറയേണ്ടത്. കാരണം ഇപ്പൊ പ്രാദേശികമായിട്ട് ഒരു MP എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ ഡീൻ കുര്യാക്കോസ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് നടത്തിയ കാര്യങ്ങൾ ഏതെങ്കിലും എനിക്ക് തൃശ്ശൂർ ഇരിക്കുന്ന എനിക്കെങ്ങനെ അറിയാൻ പറ്റും? കാരണം വെറും പ്രാദേശികമായിട്ട് മാത്രം ഒതുങ്ങുന്ന കാര്യമാണ്. വയനാട് MP രാഹുൽ ഗാന്ധി വയനാട് MP ആണ്. വയനാട്ടിലേക്ക് വന്നില്ല എന്നാണല്ലോ CPM പറയുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവിടുന്ന് വയനാട്ടിലെ MP താങ്കൾ ഇത് നിരീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ TN പ്രതാപൻ എന്ത് ചെയ്തു? അത് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ്. TN പ്രതാപനെ കുറിച്ച് ഒരു ആക്ഷേപം ഇവിടെ ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ത്രികോണ മത്സരം വരുമ്പോൾ ഹൈന്ദവ വോട്ടുകള് പ്രതാപനെ കൈവിടുമെന്നാണ് പ്രചാരണം. അല്ലാണ്ട് പ്രതാപൻ MP എന്ന നിലയ്ക്ക് പരാജയമായിരുന്നു എന്നുള്ളതല്ല. ഞാൻ ഒരു MP-യും പരാജയമാണ് എന്ന് പറയുന്നില്ല. അപ്പൊ പ്രതാപനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അത് എന്തിന് എങ്ങനെ എന്നൊക്കെയുള്ളത് നാട്ടില് ജനങ്ങൾക്ക് അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളത്, ഇപ്പൊ ഞാൻ ഏത് ജില്ലയിലിരിക്കുന്നു, ഏത് സ്റ്റേറ്റിലിരിക്കുന്നു, കേരളത്തിൽ എന്റെ MP, എന്റെ നാട്ടിൽ നിന്നുള്ളൊരു MP എന്ത് ചെയ്തു എന്നത് നമുക്ക് തൊട്ടടുത്ത ജില്ലയിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ ആളുകൾ ഇവരെ ജയിപ്പിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ അർത്ഥമില്ല പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിപ്പോ എറണാകുളം ജില്ലയിലത്തെ MP-മാരുടെ പ്രവർത്തനം ഒരുപക്ഷെ കേരളം മുഴുവൻ അറിയും. കാരണം എറണാകുളം ഒരു വ്യവസായ ജില്ലയാണ്. മാത്രമല്ല ഒരുപാട് പദ്ധതികൾ അവിടെ വരുന്നൊക്കെ കേരളാടിസ്ഥാനത്തിലുള്ളതാണ്. അതുപോലെ ആവണമെന്നില്ലല്ലോ മലപ്പുറവും മറ്റേ നമ്മളുടെ ആറ്റിങ്ങിലും ഒക്കെ. തിരുവനന്തപുരം നമുക്കറിയാം തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നുള്ളൂ. അതുപോലെ ഓരോ മണ്ഡലത്തിന്റെയും പ്രത്യേകത എടുത്തു വെച്ച് നോക്കിയിട്ട് വേണം. പ്രതാപന്റെ ഉത്തരം ഞാൻ പൂർണ്ണമാക്കിയില്ല. അപ്പൊ പ്രതാപനെതിരെ ഒരു പ്രചാരണം ഇവിടെ നടക്കണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു, ഹിന്ദുക്കളെ താല്പര്യം കാണിക്കുന്നില്ല. ഇതുകൊണ്ട് പ്രതാപനെ തോൽപ്പിക്കും. അതാണ് തൃശ്ശൂരില്. അത് തൃശ്ശൂർ മാത്രമായതുകൊണ്ടാണ്, അവിടെ സുരേഷ് ഗോപി എന്നുള്ളൊരു എലമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് പ്രധാന ഇപ്പൊ മറ്റൊരു MP-യും നടത്താത്തൊരു ജാഥ നടത്തുകയാണ് ഇപ്പൊ തൃശ്ശൂരില്. ആ ജാഥയുടെ പേര് സ്നേഹ സന്ദേശ യാത്ര. ഇന്നലെ തൊട്ട് പ്രതാപൻ ഒരു സ്നേഹക്കടയും തുറന്ന് 2 രൂപയ്ക്ക് ചായയും 2 രൂപയ്ക്ക് വടയും കൊടുത്തുകൊണ്ട് പ്രതാപൻ സ്നേഹ സന്ദേശ യാത്ര നടത്തുക. എന്തിനാണത്? സ്നേഹമാണ് എന്നുള്ള ഒരു വൃദ്ധാവാക്യത്തിന് ഊന്നൽ കൊടുത്ത് കാണിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ MP-മാരെ വിലയിരുത്തുമ്പോൾ MLA വിലയിരുത്തുന്നത് MP-യെ വിലയിരുത്താൻ കഴിയില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ MP-യും കേന്ദ്രം ഭരിക്കാത്ത പാർട്ടിയുടെ MP-യും ഇതൊക്കെ നമ്മൾ കാണണം. ഇവിടെ കേരളത്തിൽ ഞാൻ ഈ പറയുന്ന രാധാകൃഷ്ണന്റെ ആണെങ്കിലും MLA-മാരുടെ ആണെങ്കിലും ഞാൻ പറയുന്നത്, അവർ 7 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന അവർ ഇപ്പോഴും പറയുന്നത് കേരളം പട്ടിണിയിലാണ്, കേന്ദ്രം സഹായിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ ചെല്ലുമ്പോൾ ആലത്തൂർ ഒരു കാർഷിക തൊഴിലാളി മേഖലയാണ്. അവിടെ മനസ്സിലാക്കണം, അവിടെ CPM-ന്റെ ഒരു കോട്ടയായിട്ട് അവർ പണ്ട് കരുതിയ സ്ഥലമാണ്. ഇപ്പോഴും അവിടെ CPM ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള മണ്ഡലമാണ്. ആ സാധ്യത എങ്ങനെ ഇവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം TN പ്രതാപന്റെ കാര്യം താങ്കൾ കൂടുതൽ പഠനതുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിറ്റും അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജ്ജവും ഒക്കെ നമുക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ത്രില്ല് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളെ പോലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന്. അത്രയും ത്രില്ലിലും ആത്മവിശ്വാസത്തിലുമാണ് TN പ്രതാപൻ. നമുക്ക് അത് കണ്ടറിയേണ്ടി വരും. ഞാൻ താങ്കളെ
അതിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് നമുക്കറിയാവുന്ന ആളുകൾ, അതിനപ്പുറത്തേക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്ന സിറ്റിംഗ് എംപിമാർ, UDF-ന്റെ സ്ഥാനാർത്ഥികൾ, NDA എന്തൊക്കെ ലക്ഷ്യം വെക്കുന്നു കേരളത്തിൽ എന്നുള്ളതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും മാത്രം പ്രവർത്തനം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം LDF ഏറ്റവും ഈ സമീപകാലത്തൊന്നും അവർക്കുണ്ടാകാത്ത രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം നേരിടുകയാണ്. ഭരണവിരുദ്ധ വികാരം ഭരണത്തിലെ പരാജയം മാത്രമല്ല, ഇപ്പൊ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പല പദ്ധതികളും അവതാളത്തിലാവുന്നു, കേന്ദ്രത്തിനെ പഴിക്കുന്നു. ഇതൊക്കെ ഒരു വശത്ത് മാറ്റി നിർത്തുമ്പോഴും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു. അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു പ്രതിച്ഛായ വല്ലാതെ തകർന്നിരിക്കുന്നു. അത് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് SFIയുടെ അന്വേഷണം നടക്കുന്നു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളാണ്. അവർ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുന്നു. അവർക്കെതിരെ കൂടുതൽ തെളിവ് പുറത്തു വരുന്നു. കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് റിപ്പോർട്ട് വരുന്നു. അതിന്റെ പിന്നാലെ കോടതി മുഖാന്തരം ഷോൺ ജോർജിനെ പോലുള്ളവർ പോയപ്പോൾ SFI അന്വേഷണം വരുന്നു. അവർ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ആ അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ മകൾ മാത്രമാണോ അതോ അച്ഛനും കൂടി ഉൾപ്പെട്ട ഒരു കുംഭകോണം അല്ലെങ്കിൽ ഒരു ആരോപണമാണ്, ഒരു വിഷയമാണ് എന്ന രീതിയിലേക്ക് വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്ക് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മറ്റെല്ലാ വിഷയങ്ങൾ ഭരണപരാജയം, ഇപ്പൊ ഒന്നാം പിണറായി വിജയ സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും താരതമ്യപ്പെടുത്താൻ സർവേകളിലൊക്കെ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ വളരെ വലിയ മാർജിനിലാണ് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ പ്രതിച്ഛായയുടെ കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഇത് സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടി സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോ അവർക്കുണ്ടാകുന്നത് നഷ്ടമായിരിക്കും എന്നാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത്. പക്ഷേ ഞാൻ നേരത്തെ ശ്രീകുമാറിനോട് പറഞ്ഞതുപോലെ ഭരണം ഏറ്റവും നന്നായിട്ടിരുന്ന സമയത്താണ് UDF അവിടെ സ്കോർ ചെയ്തത്, 19 സീറ്റും കൊണ്ടുപോയത്. അത് നമുക്ക് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയാമായിരിക്കും ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കും. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ സംഭവിക്കുക എന്നൊക്കെ നമുക്കറിയാം. അത് ഇരിക്കട്ടെ, പല ഘടകങ്ങളും അതിലുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ ആദ്യം പോവുക പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ CPM-ന് പിടിക്കാൻ സാധിക്കുമോ? ലീഗ് അസംതൃപ്ത വോട്ട് CPM-ന് പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. KS ഹംസയെ പോലെ ഒരാളെ അവിടെ കൊണ്ട് നിർത്തുന്നത് CPM എടുത്ത തീരുമാനത്തിൽ താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അത് വലിയൊരു അടവ് നയമാണ്. KS ഹംസ അദ്ദേഹത്തോടൊപ്പം ലീഗിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. വളരെ ശക്തമായിട്ട് ലീഗിന്റെ നയങ്ങളെയും പ്രതിപക്ഷ നിലപാടുകളെയും ഒക്കെ ന്യായീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുപ്രഭാതത്തിൽ അദ്ദേഹം ലീഗിന് പുറത്തു പോകുന്നു. ഇപ്പോൾ ഇടതുപക്ഷ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. മലപ്പുറം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അസംതൃപ്തരായി പുറത്തു വരികയും ആ ആളുകൾ ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ അവർക്കുണ്ട്. ആ ആളുകളുടെ പിന്തുണയോടുകൂടി അവരെ ഉപയോഗിച്ച് ഈ അസംതൃപ്തരെ സമാഹരിക്കുന്ന ഈ UDF വോട്ടുകളും പിന്നെ LDF-ന്റെ സോളിഡ് വോട്ട് ബാങ്ക് ഉപയോഗിച്ച് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ TK ഹംസ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായി. ഇപ്പൊ KT ജലീൽ അടക്കമുള്ള ആളുകൾ, അത്തരം ആളുകളാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ കാലത്തും ലീഗിനും UDF-നും ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഹംസയെ ഒരു ചെറിയ മീനായിട്ട് നത്തോലിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും പൊന്നാനി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു വിചാരിക്കാം. മലപ്പുറത്ത് നിന്ന് നിലവിലുള്ള സമദാനി പൊന്നാനിയിലേക്ക് വരികയും പൊന്നാനിയിൽ നിന്ന് ET അപ്പുറത്തേക്ക് പോവുകയും ചെയ്താൽ ഒരുപക്ഷെ കുറെ കൂടി ലീഗിന് അല്ലെങ്കിൽ UDF-ന്റെ നില സുരക്ഷിതമാകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മലപ്പുറത്ത് എന്തായാലും UDF-ന്റെ വിജയം സുനിശ്ചിതമാണ്. പൊന്നാനിയിലാണ് എന്തെങ്കിലും സംശയങ്ങളുള്ളത്. അവിടെ സ്ഥാനാർത്ഥികൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയാൽ ഒരുപക്ഷെ KS ഹംസ എന്ന് പറയുന്ന വെല്ലുവിളിയെ UDF-ന് അനായാസം അതിജീവിക്കാൻ കഴിയും. ഇപ്പൊ പല സർവേകളിലും 50% വോട്ടുകൾ UDF-നൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു വിജയത്തിലേക്കൊന്നും എത്താൻ KS ഹംസയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ഏകപക്ഷീയമായി തീർന്നേക്കാവുന്ന ഒരു മത്സരത്തെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു ശക്തമായൊരു മത്സരമായിട്ട് മാറ്റാൻ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞേക്കാം. അത് തന്നെയായിരിക്കാം LDF ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട്
ഒരു ശക്തി പ്രകടനം നടത്താൻ LDF-ന് കഴിഞ്ഞേക്കും ഈ സ്ഥാനാർത്ഥിത്വം. ശരി, അംസ എന്ന പരീക്ഷണത്തിന് അപ്പുറത്തേക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഏറ്റവും നല്ല മത്സരം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കൾ ഉൾപ്പെടെ കാണാൻ പോകുന്നത് വടകരയിലായിരിക്കും, കോഴിക്കോടായിരിക്കും, കണ്ണൂരിലായിരിക്കും. ഈ മത്സരങ്ങളെ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ CPM ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഇപ്പൊ KK ശൈലജ വടകര, എളമരം കരീം കോഴിക്കോട്, കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും. അപ്പം ഇത് നോക്കുമ്പോൾ താങ്കൾക്ക് അവിടുത്തെ ഒരു ചിത്രം ഇപ്പം MK രാഘവനെതിരായിട്ട് എളമരം കരീമിന് അവിടെ എന്ത് സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ശക്തമായ ഒരു മത്സരം അവിടെ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇപ്പം തോമസ് ഐസക് പത്തനംതിട്ടയിൽ വരുന്നു. ഈ കാര്യങ്ങളിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. CPM അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഫീഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർക്ക് അണിനിരത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, അതായത് കാലങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പല തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളെയാണ് മത്സര രംഗത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള ധൈര്യമില്ല. മാത്രമല്ല ആ രീതിയിലുള്ള ഒരു കരിഷ്മയോ പ്രതിച്ഛായയോ ഉള്ള പുതുമുഖങ്ങള് DYFI ഒന്നും ഇല്ല എന്നുള്ളൊരു ഗതികേട് കൂടിയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പൊ എളമരം കരീം CITU-വിന്റെ അഖിലേന്ത്യാ നേതാവാണ്, മാത്രമല്ല മന്ത്രിയായിരുന്നു, നല്ല നേതാവാണ്. പാർലമെന്റിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം, രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമല്ലാത്ത പ്രകടനമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് MK രാഘവൻ എന്ന് പറയുന്ന തുടർച്ചയായിട്ട് വിജയം ചെയ്യുന്ന ജനകീയനായ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ അവർക്ക് പാർട്ടിയിലെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നിനെ തന്നെ അണിനിരത്തിക്കൊണ്ടേ അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ജയം എന്തും ആവട്ടെ, പക്ഷെ അവിടെ ഒരു നല്ല മത്സരത്തിന് CPM കളവൊരുക്കി. അതുപോലെ തന്നെ വടകരയിൽ എടുത്തു നോക്കാം. വടകരയിൽ ഇതിനേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റിനെ LDF-ന് നിർത്താൻ പറ്റില്ല. പക്ഷെ ആ മറുവശത്തുള്ളത് K മുരളീധരനാണ്. അപ്പൊ രണ്ട് വൻ തോക്കുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. തീർച്ചയായിട്ടും കേരളം കാത്തിരിക്കുന്ന ഒരു വലിയ മത്സരമാണ് വടകരയിൽ. അതായത് ഈ വലിയ മത്സരം എന്ന് പറയുന്നത് താങ്കൾ LDF UDF മത്സരമായി തന്നെയാണോ കാണുന്നത്? NDAക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഏതെങ്കിലും മണ്ഡലത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? കോഴിക്കോട്, വടകര, കണ്ണൂർ ഈ മൂന്ന് സ്ഥലത്തും NDA അപ്രസക്തമാണ്. അത് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം UDF LDF തമ്മിലുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളവൊരുങ്ങുന്നത്. ആര് ജയിക്കും? ഇപ്പോ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് പോലും കേരളത്തിൽ ഒരു നല്ല വിഭാഗം ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ആകണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറുവശത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മുരളീധരൻ. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും അവരുടെ പ്ലസുകളുണ്ട്, മൈനസ് കുറവുമാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയം ആർക്ക് അനുകൂലമാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്ക് അനുകൂലമാണ്, ജനങ്ങൾ ഏത് മുന്നണിയോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പാർലമെന്റിൽ പോകുന്നതാണോ, കോൺഗ്രസ് അല്ലെങ്കിൽ UDF പാർലമെന്റിൽ എത്തുന്നതാണോ, ഏതാണ് നല്ലത് എന്നുള്ള രണ്ട് രീതിയിലാണല്ലോ വോട്ട് ചെയ്യുന്നത്. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ജനങ്ങൾ രണ്ട് രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിംഗ് പാറ്റേണിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനപ്പുറത്തേക്ക് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷ വെച്ചിരുന്നവർ പോലും അത് വളരെ മോശമായി പോയി എന്നൊക്കെയുള്ള അഭിപ്രായമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇപ്പൊ അയോധ്യയിൽ സംഭവിച്ചത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരാണ്, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഒരു വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പൊ കേരളത്തിലെ സർക്കാരിനെതിരെ ഞാനൊരു വോട്ട് കുത്തിയേക്കാം എന്നല്ലല്ലോ കരുതുക. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു, ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്നതിനനുസരിച്ച് കൂടിയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും അത് വളരെ നല്ല നിരീക്ഷണമാണ്. അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഇപ്പോ സോളിഡ് ആയിട്ടുള്ള എല്ലാ കാലത്തും ആന കുത്തിയാലും ഇളകാത്ത കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ UDF വോട്ടുകളും LDF വോട്ടുകളും ഉണ്ട്. അവരുടെ കാര്യം വിടുക. പക്ഷെ വിജയം തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഉറച്ച വോട്ടർമാരല്ല, മറിച്ച് ഒരു ഫ്ലോട്ടിംഗ് ഒരു 10-15% 20% വരുന്നിടത്തോളം ഒരു ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിന്റെ മനോഗതം എങ്ങോട്ട് തിരിയുന്നു, ആ വോട്ടേഴ്സ് സാധാരണഗതിയിൽ നിയമസഭയിലും ലോക്സഭയിലും വളരെ കൃത്യമായ വിലയിരുത്തലോടെ കാഴ്ചപ്പാടോടെയാണ്. അതായത് CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ലോക്സഭയിലും പാർലമെന്റിലും അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രസക്തിയുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, കൂടുതൽ പ്രസക്തി. അപ്പൊ ഒരു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് അങ്ങോട്ട് പോകുന്നതാണ് ഉത്തമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ 19 സീറ്റ് കിട്ടിയതിന് അതും ഒരു ഫാക്ടറായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആരാണ് അവിടെ കുറച്ചുകൂടി പ്രസക്തമായി തീരുക? ഇന്ത്യ സഖ്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ കേരളത്തിൽ നിന്ന് ആര് പോയാലും. അത് ഒരു വശത്തുകൂടി നോക്കാമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നന്ദി ശ്രീ N. ശ്രീകുമാർ.
ജോർജ് പടിപ്പാറ, MS അനീഷ് കുമാർ, CV അനുമോദ്, ഡാൻ കുര്യൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ഇടവേള. തീരുമാനം. ഉപരോധങ്ങൾ നാളെ പ്രഖ്യാപിക്കും. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ ന്യൂസ് 18 കേരളവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ഇന്ന് പാലക്കാട് ക്ലബ് 6 കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. VK ശ്രീകണ്ഠൻ MP കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനൊപ്പം മികച്ച സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്താനുള്ള മത്സരവും നടക്കും. മാനേജ്മെന്റ് രംഗത്ത് രാജ്യത്തെ പ്രഗത്ഭർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ന്യൂസ് 18 കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം കാണാം. കണ്ണൂർ വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം. രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. അന്തർ സംസ്ഥാന പാതയിൽ മാക്കൂട്ടം ചുരം റോഡിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ പിക്കപ്പ് വാൻ കത്തി നശിച്ചു. കർണാടകയിൽ നിന്നും മരുന്നുമായി കേരളത്തിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവറും സഹായിയും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് കൽപ്പറ്റയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉപവാസം. കാടും നാടും വേർതിരിക്കണമെന്നാവശ്യപ്പെട്ട് റാലിയും പൊതുസമ്മേളനവും നടത്തും. ആവശ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് 501 പേർ ഉപവസിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒരു കോർപ്പറേഷൻ വാർഡിലും 3 മുനിസിപ്പാലിറ്റികളിലെ 4 വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ. നാളെ മുതൽ തിയേറ്ററുകളിൽ മലയാള സിനിമ റിലീസ് ചെയ്യില്ല. നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിവർക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് ഫിയോക്കിന്റെ നടപടി. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഫിഫ്ക പറഞ്ഞു. കെ സുരേന്ദ്രന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട പാട്ട് വിവാദത്തിൽ വിശദീകരണം നൽകി BJP IT സെൽ കൺവീനർ S ജയശങ്കറാണ് വിശദീകരണം നൽകിയത്. കെ സുരേന്ദ്രന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലാണ് വിവാദഗാനം ഇടം പിടിച്ചത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പരാമർശമാണ് പാട്ടിൽ ഉണ്ടായിരുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്ന് കോട്ടയത്ത്. വൈകിട്ട് 3-ന് പാലയിലും 5-ന് കോട്ടയത്തുമാണ് സ്വീകരണ പരിപാടികൾ. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പാലയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. കനൌരി അതിർത്തിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മാർച്ച് നിർത്തിവെച്ചത്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് പഞ്ചാബിൽ നിന്നുള്ള കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടത്. ഭാവി പരിപാടികൾ നാളെ പ്രഖ്യാപിക്കുമെന്നും അതുവരെ അതിർത്തിയിൽ തുടരുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. യുവ കർഷകൻ മരിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5725 രൂപ, പവന് 45,800 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4765 രൂപ, പവന് 38,120 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോ 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം, വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് ടൈംസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. പ്രായം കൂടും അഹങ്കാരം കാരണമാണ് കർഷകൻ മരിച്ചതെന്നാണ് രാഹുലിന്റെ ആരോപണം.
മോദിയുടെ അഹങ്കാരം കാരണം കഴിഞ്ഞ തവണ 700-ലേറെ കർഷകർക്കാണ് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നതെന്നും രാഹുൽ.